ഗൈസ് നമ്മളെ ഇന്ത്യയുടെ അണ്ടർ 17 ആൻഡ് അണ്ടർ 20 ഒക്കെ സ്ക്വാഡ് വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഈ അണ്ടർ 17 പ്ലേയേഴ്സിനെ പറ്റി വളരെ ഡീപ്പായിട്ടുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. കുറച്ച് പ്ലേയേഴ്സിനെയൊക്കെ അറിയാമെന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഡീപ്പായിട്ട് സംസാരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അണ്ടർ 20 വേണം നമുക്ക് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കാം. സോ ഞാനെന്നാൽ വിചാരിച്ചു വന്ന് ഈ അണ്ടർ 17 പറ്റി അണ്ടർ 20 പറ്റിയും ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് പ്ലേയേഴ്സിനെ പറ്റിയല്ല, അല്ലാണ്ട് ചില കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം എന്നുള്ളതാണ്. ഇതിൽ അണ്ടർ 17 പരിശീലകനായിട്ട് വരുന്നത് ഇഷ്ഫാഖ് അഹമ്മദാണ്. അറിയാമല്ലോ, ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ ആയിരുന്നു, അസിസ്റ്റൻ്റായിട്ട് ഏറെക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയൽ കാശ്മീരിൻ്റെ കോച്ചായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ആദ്യം 2023 അണ്ടർ 17 കോച്ചാകുന്നത്. അന്ന് എല്ലാവരും ഒന്ന് നെറ്റ് ഒളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ മാറ്റിയെടുത്തു. കഴിഞ്ഞ അണ്ടർ 17 സാഫിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് ഈ ഒരു സാഫ് ചാമ്പ്യൻഷിപ്പ് നേടി. സാഫ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ നന്നായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അദ്ദേഹം റിയൽ കാശ്മീരിലും അദ്ദേഹത്തിനായിട്ടുള്ള ആ ടീം നന്നായിട്ട് കളിച്ചിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ സാഫിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നൊരു സമയത്ത് 10 ഗോളുകളാണ് സെമിയിലും ഫൈനലിലുമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. സെമിയിൽ 8 ഗോള് മാൽദീവ്സിനെതിരെ, 2 ഗോള് ബംഗ്ലാദേശിനെതിരെ. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ അത്ര മികച്ച തുടക്കമായിരുന്നില്ല. കാരണം 1-0 ചെയ്തുള്ള 2 വിജയം ആണ് നേപ്പാളിനെതിരെയും ഐ തിങ്ക് ബംഗ്ലാദേശിനെതിരെയൊക്കെ സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം അവർ ഒരു റിതം കണ്ടെത്തി നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടറായിട്ട് നിന്നിരുന്നത്. മാത്രമല്ല ആ ഒരു ടൂർണമെൻറ്റിൽ ഗോൾ വഴങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാണെങ്കിലും ആ ടീമിൽ നിന്ന് 12 പേരെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 17 പേരെ കൂടി ആഡ് ചെയ്യുന്നൊരു 29 അംഗ സ്ക്വാഡിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യ ആഴ്ചകളിൽ ക്യാമ്പും കാര്യങ്ങളും കാശ്മീരിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അന്ന് പ്രമുഖമായിട്ട് കേട്ടിരുന്നപ്പം മുഹമ്മദ് അബ്ബാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് പ്ലെയർ ഉണ്ടായിരുന്നു സാഫിലെ. ആ പ്ലെയർ ഉണ്ട്. അതുപോലെ സുരാജ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പർ, ഫുൾ ക്ലീൻ ഷീറ്റ് നേടിയിട്ടുള്ള പ്ലെയറാണ്. മുഹമ്മദ് കൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ക്വാഡിലുണ്ടായിരുന്നൊരു പ്ലെയറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലെയേഴ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത്. എന്താണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് പറഞ്ഞ പോലെ AFC ഏഷ്യൻ കപ്പിലേക്കുള്ള ഒരു യോഗ്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തവണത്തെ യോഗ്യതയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. വേൾഡ് കപ്പിൻ്റെ ടീമുകളുടെ എണ്ണമൊക്കെ അണ്ടർ 17 കാറ്റഗറിയിലും കൂട്ടിയിരിക്കുകയാണ്. അപ്പം ക്വാർട്ടർ ഫൈനലിൽ എത്തിയാൽ തന്നെ 8 സ്പോട്ട് AFC സൈഡിൽ നിന്നുണ്ട്. അപ്പം അതൊരു സാധ്യതയാണ്. ക്വാർട്ടർ ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പ്രയത്നിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ അണ്ടർ 17 AFC ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടുക, അത് നമ്മൾ സ്ഥിരമായിട്ട് യോഗ്യത നേടുന്നതാണ്. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം. അണ്ടർ 17 കാറ്റഗറിയാണല്ലോ എപ്പോഴും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ആ മത്സരങ്ങളൊക്കെ വരാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലാണ്. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഗ്രൂപ്പാണ്. കാരണം ബ്രൂണൈ, തുർക്കമെനിസ്ഥാൻ, തായ്ലൻഡാണ് ഇതിൽ നമുക്ക് കുറച്ച് ഒരു കോമ്പീറ്റ് ചെയ്യാൻ ഇതേണ്ടി വരിക. ബാക്കി 2 ടീമിനെ നമുക്ക് ഈസിലി തോൽപ്പിക്കാൻ പറ്റും. ബ്രൂണൈയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ടെന്നീസ് സ്കോറിൽ തോൽപ്പിക്കാൻ പറ്റുന്ന സൈഡാണ് എന്നുള്ളതാണ്. സോ അതിൽ 2 മാച്ച് ജയിക്കുക, 1 മത്സരം ഡ്രോ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് യോഗ്യത നേടാൻ പറ്റും. എന്താണെങ്കിലും അതിനിടയിൽ മറ്റ് മാച്ചസ് കളിക്കും. പിന്നെ സാഫ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അത് പറഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് നടക്കുന്നത് അണ്ടർ 17. സോ അവിടെ നമുക്ക് 4-5 മാച്ചസ് കിട്ടും. അങ്ങനെ ഒരു എക്സ്പീരിയൻസോട് കൂടി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഗ്രഷൻ ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ സാഫ് ചാമ്പ്യൻഷിപ്പൊക്കെ 2 ഗ്രൂപ്പായിട്ടാണ് നടന്നത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്സ് 2 മാച്ചൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ സെമി, പിന്നെ ഫൈനൽ. ഇത് ആകെ 7 ടീമേ ഉള്ളൂ. ഒറ്റ ഗ്രൂപ്പായിട്ടൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിൽ അത്രയും മാച്ചസ് സാഫ് റീജിയനിലുള്ള ഒരു രാജ്യങ്ങൾക്ക് കിട്ടിയതിനെന്നുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെ. സോ ഇനി അണ്ടർ 20 വരുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. രഞ്ജൻ ചൗധരി എന്ന് പറയുന്നൊരു കോച്ചാണ്. ഞാൻ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു. രഞ്ജൻ ചൗധരി എന്ന് പറയുന്നൊരു കോച്ചാണ് വന്നത് എന്ന് മാത്രം പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഏത് അടിസ്ഥാനത്തിലാണ് അണ്ടർ 20 കോച്ച് ആക്കിയത് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ളൊരു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു ബംഗാളി ലോബിയിങ് ആണോ എന്നുള്ളത്. കാരണം അദ്ദേഹം CFL വർക്ക് ചെയ്തിട്ടുണ്ട് പല ക്ലബ്സിലൊക്കെ. ഭവാനിപ്പൂർ, ഐ തിങ്ക് ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാനൊക്കെ അടക്കം. പിന്നെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ, ബംഗാൾ ടീമിൻ്റെയൊക്കെ പരിശീലകനായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് യൂത്ത് ലെവലിലൊന്നും വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലൊന്നും അത്ര മികച്ചതല്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കല്യാൺ ചൗബയുടെ തരത്തിലുള്ളൊരു ലോബിയിങ്ങൊക്കെയാണ് ഇത് നടന്നിട്ടുള്ളതെന്നും പല അഭിപ്രായ ഭിന്നതകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബെറ്റർ ഓപ്ഷൻസൊക്കെ ചൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അപ്പം മുമ്പാണെങ്കിൽ നമുക്ക് അണ്ടർ 20 യൂത്ത് ലെവലിലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പം ഫ്ലോയിഡ് വിൻഡോ ആണെങ്കിലും അത് കഴിഞ്ഞാൽ വെങ്കടേഷൊക്കെ ആണെങ്കിലും ആ ഒരു ലെവലിൽ അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അണ്ടർ 17 വർക്ക് ചെയ്ത് പിന്നെ അണ്ടർ 20 ആണ്, അല്ലെങ്കിൽ വെങ്കടേഷ് ആണെങ്കിൽ സീനിയർ ലെവലിൽ കുറേ നാൾ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത് ആരോസ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് അണ്ടർ 20 വന്നെങ്കിൽ ഇത് ഏത് തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് വഴിയാണ് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നുള്ളതും ചോദ്യമാണ്. എന്താണെങ്കിലും അവരുടെ ക്യാമ്പൊക്കെ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 താരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞാണ് എബിൻ ദാസ്, കോറു സിംഗ്, ഷെറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ. പിന്നെ എനിക്ക് വളരെ
ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ടത് പ്രധാന ചില താരങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. ഈ 2005 ബോൺ ബാച്ചാണിത്. ഇതിൽ RFDLലെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഒമാങ് ഡുഡൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ എടുത്തിട്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു കാറ്റഗറിയിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ ആ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു മുഹമ്മദ് സുഹൈൽ. നമ്മൾ മസ്റ്റ് വാച്ചോട്ടിലൊക്കെ ചെയ്ത പ്ലെയറാണ്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ അലൻ സജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്കമിങ് ടാലൻ്റാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ റിലയൻസ് ഫൗണ്ടേഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമൊക്കെയാണ്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ സുഹൈൽ ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാൻ്റെ ഒരു പ്ലെയറുണ്ട്. നമുക്കറിയാമല്ലോ, അദ്ദേഹം ഡൂറൻ കപ്പിലൊക്കെ മോഹൻ ബഗാന് വേണ്ടി ഗോൾ അടിച്ച പ്ലെയറാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ISL കളിച്ചിട്ടുള്ള അഭിഷേക് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള. അതുപോലെ സോംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. ഇത് മുമ്പേ ഞാൻ തന്നെ പറഞ്ഞതാണ്, എലിജിബിൾ ആയിട്ടുള്ള നല്ല ടാലൻറ്റഡ് പ്ലെയറാണ്. യൂറോപ്പിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം അണ്ടർ 17 കളിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ടൊക്കെ അവരെ ടൂർണമെൻറ്റിൽ സാഫിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ്. അദ്ദേഹത്തെ എടുത്തിട്ടില്ല. അങ്ങനെ കുറേ താരങ്ങളെയൊക്കെ എടുക്കാത്തതിൻ്റെ ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നമ്മളുടെ അണ്ടർ 20 ക്വാളിഫിക്കേഷൻ സ്ഥിരമായിട്ട് നേടുന്നില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല ഓപ്ഷൻസിലേക്കൊക്കെ പോകണമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ റിസൾട്ട് ഇദ്ദേഹം മാറ്റി മറിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇനിഷ്യലി നോക്കുമ്പോഴത്തേക്കും അത്ര ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു കോച്ചല്ല രഞ്ജൻ ചൗധരി എന്നുള്ളതാണ് പറയാൻ. അതാണ് AFCയിൽ വരുന്ന സമയത്ത് നമുക്കിപ്പം മംഗോളിയ, ലാവോസ്, ഇറാനാണ്. ഇതിൽ മംഗോളിയയും ലാവോസിനെ നമുക്ക് ഈസിലി ബീറ്റ് ചെയ്യാൻ പറ്റും. ഇറാനാണ് ടഫ്. ആ മത്സരം തോറ്റാലും ഇവർക്കെതിരെ ഒരു നല്ല ഗോൾ ഡിഫറൻസിലൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബെറ്റർ ക്യാമ്പും ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇപ്പോൾ അതുപോലെ ഒരു നല്ല ബഞ്ച് ഓഫ് പ്ലേയേഴ്സിനെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും വന്നിട്ടുള്ളത് അണ്ടർ 17 കഴിഞ്ഞ ബാച്ചിലെ നമുക്കറിയാം ജപ്പാനൊക്കെതിരെ നന്നായിട്ട് കളിച്ച ആ ടീമിലെ ആ പ്ലേയേഴ്സൊക്കെയാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ തോട്ട്സ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ പരിപാടിയാണ്. സനിയ.